അതിന് നമുക്ക് വേണ്ട കുഞ്ഞുള്ളി വേണം കേട്ടോ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി എടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി, നമ്മുടെ തക്കാളി, വെണ്ടയ്ക്ക, കുറച്ച് സാധനങ്ങൾ ഇടണുള്ളൂ കേട്ടോ തീയലിന്. പിന്നെ ഇതുണ്ട് കത്തിരിക്ക, വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. വഴുതനങ്ങയാണ് തീയലിന് കൂടുതലായിട്ട് ഇടുന്നത്. പിന്നെ നമ്മുടെ വെള്ളരിക്ക. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ തീയലിന് എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതും നമ്മുടെ വെള്ളരിക്കയും കത്തിരിക്കയും കുഞ്ഞുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ട് ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് ഈ വെണ്ടയ്ക്കയും തക്കാളിയും മൊത്തം കഴുകിയ ശേഷം അരിഞ്ഞാൽ മതിയാകും കേട്ടോ. അപ്പം നമുക്കിതിനെല്ലാത്തിനെയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ തീയനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും നമ്മുടെ വെണ്ടയ്ക്കയും ഇതൊക്കെ അരിഞ്ഞ് കഴുകിയ ശേഷമാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് ഇതുണ്ട് നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ. കുഞ്ഞുള്ളി ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ട് അത് മുഴുവനായിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇത്തിരി കൂടെ വലുതാണെങ്കിൽ നമ്മൾ അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വശക്കി എടുക്കാം കേട്ടോ. ഇനി പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ തിരിക്കണം കേട്ടോ. നമ്മൾ വറുത്തരച്ചല്ലേ തീയൽ വയ്ക്കുന്നത്. അപ്പം തേങ്ങ തിരികി ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അങ്ങനെ നമ്മൾ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പം നല്ലൊരു മണം വരും. അപ്പം നമുക്കിതിനെ അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് 1/2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് തന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരല്പം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകവും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്രയും ജീരകവും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞുള്ളി ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞുള്ളി നമ്മൾ പച്ചക്കറിയിൽ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുഞ്ഞുരുള പുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുയില്ലാതെ ഇട്ട് കൊടുക്കാനായിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് ചൂടാക്കി എടുക്കാം. ഒരുപാടൊന്നും വറക്കണ്ട, കാരണം നമ്മുടെ തേങ്ങയൊക്കെ നേരത്തെ വറുത്ത് വെച്ചതാണ്. അപ്പോൾ മുളക് പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തണുത്ത ശേഷം അല്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി തേങ്ങ വറുത്ത അതേ പാനിൽ തന്നെ നമുക്കൊന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വശക്കി എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില. അത് കഴിഞ്ഞ് നമ്മൾ അരി വെച്ചിങ്ങനെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വശക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വശക്കി എടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വശക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ അടപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് നന്നായിട്ടൊന്ന് വശക്കി വേകട്ടെ. വശക്കി ഒന്ന് നോക്കാം. ഏകദേശം ഒന്ന് പകുതി വശക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിലിരുന്നാണ് കേട്ടോ വേവാനായിട്ട്, അല്ലെങ്കിൽ അരപ്പ് വേഗത്തില്ല. അതായത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിൽ കുറച്ച് ഉപ്പില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ.
അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കുറുകി വരും, ഭയങ്കരമായിട്ട് കുറുകരുത്, ഒരുവിധം ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചാൽ നന്നായിട്ട് തിളക്കത്തുള്ളൂ. ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടിരുന്ന് വേകട്ടെ. ഇത് തീയിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തീയിലൊന്ന് തിളക്കട്ടെ, ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് വേഗം കേട്ടോ. അപ്പോൾ ഒന്ന് അത്യാവശ്യത്തിനൊന്ന് കുറുകി വരട്ടെ, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തീയന് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് നല്ല കുറുകി വന്നിട്ടുണ്ട്, വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് നമ്മുടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം അറിഞ്ഞുകൂടാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക തീയൽ. അപ്പം നമുക്കിതിനെ സെർവ് ചെയ്യാം. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വറുത്തരച്ച തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.